ശ്രീ എ കെ മാഷ്റഫ്, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. ശ്രീ അഷ്റഫ്. സർ, കേരളത്തിൻ്റെ അതിർത്തി മുതൽ തിരുവനന്തപുരം വരെ NHന്റെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെൻറ്റും മറ്റൊരു ഭാഗത്ത് കേന്ദ്രവും ഞങ്ങളുടെ പദ്ധതികൾ എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അതിനുശേഷവും കേരളം ശ്രദ്ധിച്ച ഏറ്റവും വലിയൊരു സമരം എൻ്റെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ കുമ്പള ആരിക്കാടിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ താൽക്കാലികമായി ഒരു ടോള് നിർമ്മാണവും ജനങ്ങളിൽ നിന്ന് അന്യായമായി ടോള് പിരിക്കുന്നതിനെതിരെയാണ് സമരം നടക്കുന്നത്. ആ സമരത്തിൻ്റെ ഒരു പ്രത്യേകത, LDFും UDFും BJP ഒഴികെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി MLA ചെയർമാനായ ആക്ഷൻ കമ്മിറ്റിയാണ് സമരം നടത്തുന്നത്. ഈ ടോള് പിരിക്കുമെന്ന് അറിഞ്ഞ സമയം മുതൽ മുട്ടാത്ത വാതിലുകളില്ല. ബഹുമാനനായ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, ഉദുമ MLA CH കുഞ്ഞമ്പു, ഞങ്ങളെല്ലാവരും അതിൻ്റെ വർക്ക് നടക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി ശക്തമായി അതൊരു കാരണവശാലും അവിടെ താൽക്കാലികമായി നിർമ്മിക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ട ആളുകളാണ്. ടോള് സമരം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നൊരു കാര്യം, ഇത് 60 കിലോമീറ്ററിന് ശേഷം വരുന്ന ഒരു നല്ല റോഡ് നിർമ്മിക്കുമ്പോൾ കാസർകോട്ടെ മഞ്ചേശ്വരക്കാരെ എതിർക്കുന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ചിന്തിക്കുന്നത്. ഇവിടെ അറിയേണ്ട ഒരു കാര്യം, ആ റോഡ് നിർമ്മിക്കുമ്പോൾ എൻ്റെ നാട്ടിലൊക്കെ 100 വർഷം പഴക്കമുള്ള മുസ്ലിമീങ്ങളുടെ മസ്ജിദും ഹൈന്ദവ വിശ്വാസികളുടെ ക്ഷേത്രവും ചർച്ചൊക്കെ ഞങ്ങൾ ഇടപെട്ട് ക്ലിയറാക്കി കൊടുത്ത ആളുകളാണ്. 300 വർഷത്തെയൊക്കെ പഴക്കമുള്ള മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ സങ്കടത്തോടു കൂടി സഹകരിച്ച ആളുകളാണ്. എല്ലാ രീതിയിലും സഹകരിച്ചതിന് ശേഷം അതിൻ്റെ ഓരോ യോഗങ്ങളിലും കൃത്യമായി പറഞ്ഞിരുന്നു 60 കിലോമീറ്ററിൽ ഒരു ടോൾ ബൂത്ത്. ഇന്ത്യയുടെ ഗതാഗത മന്ത്രി പാർലമെൻറ്റിൽ പറയുന്ന പ്രസംഗം യൂട്യൂബിലും നമ്മളൊക്കെ കേൾക്കുന്ന നിരവധി തവണ കണ്ടൊരു പ്രസംഗമാണ്. പാർലമെൻറ്റിൽ ഗതാഗത മന്ത്രിയുടെ ഉറപ്പായിരുന്നു. അതിനിടയിൽ തലപ്പാടിയിൽ ഒരു ടോൾ ബൂത്ത് ഉണ്ട്. അതിനേക്കാളും ഭീമമായ തുക കൊടുത്ത് ആരിക്കാടിയിൽ ഒരു ടോൾ ബൂത്ത് സ്ഥാപിക്കുന്നു എന്നുള്ളത് അന്യായമാണ് സർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സർ, അറിയേണ്ടത്, ഞങ്ങളുടെ നാട്ടുകാർ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല പാരമ്പര്യമായി മംഗലാപുരവുമായി ഒരു കണക്റ്റുള്ള ഒരു ജില്ലയാണ്. ഡയാലിസിസ് രോഗികൾ, ഹൃദ്രോഗികൾ, ക്യാൻസർ രോഗികളൊക്കെ പോകുമ്പോൾ ഇവിടെ തുക കൊടുത്തു പോകണം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കർണാടക KSRTC പെട്ടെന്ന് 25 രൂപ 35 വർദ്ധിപ്പിച്ചു. ആവശ്യ സാധനങ്ങളുടെ വില ഉയരുന്നു. ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് പോയി. ഇർഷാദ് എന്ന് പറയുന്ന ഞങ്ങളുടെ സമരസമിതിയിലെ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും റിമാൻഡിലാണ്. ഞാൻ ബഹുമാന്യ മന്ത്രിയോട് ആവശ്യപ്പെടുന്നത്, BJPക്കാരാണ് സർ. BJPക്കാർ മഞ്ചേശ്വരത്ത് ജനങ്ങൾ ചോദിക്കുന്നത്, മഞ്ചേശ്വരത്തെ ദ്രോഹിക്കാൻ BJPക്കാരുടെ ഒരു ഗിഫ്റ്റാണോ അന്യായമായ ടോൾ ബൂത്ത് എന്ന് ഇപ്പോഴും എൻ്റെ നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യ മന്ത്രി എന്തായാലും ഇടപെടണം. കേരളത്തിലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലും വെട്ടിച്ചിറ അടക്കം പന്തീരാങ്കാവ് അടക്കം സമരങ്ങൾ അങ്ങ് കാണുന്നുണ്ട്. ഒരു കാരണവശാലും അന്യായമായി ഇന്ത്യയുടെ ഗതാഗത മന്ത്രി 60 കിലോമീറ്റർ ടോൾ ബൂത്ത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കിന് വിപരീതമായി ഈ താൽക്കാലിക ടോൾ നിർമ്മിക്കാൻ അങ്ങ് അതിന് അനുമതി കൊടുക്കരുത്. ഇടപെട്ട് അത് റദ്ദ് ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കോളിംഗ് അറ്റൻഷനിലൂടെ അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. കേരളത്തിൻ്റെ വടക്കേ അറ്റമായ തലപ്പാടി ചെങ്ങള ബീച്ചിൻ്റെ വിഷയമാണ്. ഈ വിഷയം ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട MLA അതുപോലെ തന്നെ ആ ജില്ലയിലുള്ള മറ്റ് MLAമാരൊക്കെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയമാണ്. ആ നിലയിൽ ഒരിക്കൽ കൂടി ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽ വിഷയം പെടുത്താവുന്നതാണ്. നമുക്കറിയാം, ദേശീയപാത 66 ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ്. അത് ഇവിടെ MLA ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളം അവകാശപ്പെടുന്നുവെന്ന് പറയുമ്പോൾ, ദേശീയപാത വിവിധ സംസ്ഥാനങ്ങളിൽ നിർമ്മിക്കുമ്പോൾ കേന്ദ്രം അവകാശപ്പെടുന്നത് സ്വാഭാവികമാണ്. കാരണം അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഫണ്ട് ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരാണ്. എന്നാൽ ഈ പ്രത്യേക പദ്ധതിക്ക് എങ്ങനെ സംസ്ഥാനം കൂടി ഇതിൻ്റെ അവകാശികളാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി മുടങ്ങിപ്പോയൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചത് NH66-നാണ്. അത് കേരളമാണ്, അത് LDF സർക്കാരാണ് എന്നുള്ള വസ്തുത ഈ സമൂഹമാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുമാത്രമല്ല സർ,
ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ച 5550 കോടി പിന്നീട് കിഫ്ബി ഫണ്ടാണ് കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായി അത് ഡബിളായി 12,000 കോടി രൂപയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെലവ് വന്നത്. അപ്പോൾ സ്വാഭാവികമായും മുടങ്ങിപ്പോയൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇടപെട്ടത് തീർച്ചയായും ആ സർക്കാർ നയിക്കുന്ന മുന്നണി ജനങ്ങൾക്ക് മുമ്പാകെ അവകാശപ്പെടും. അത് ജനങ്ങൾക്കും അറിയും. അതൊരു വസ്തുതയാണ്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇത് നമുക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. ക്വസ്റ്റ്യൻ സർ, ഇതിലൊരു കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് റീച്ച് മലയാളികളുടെ ക്വസ്റ്റ്യനാണ്, അങ്ങ് മനസ്സിലാക്കില്ല. ക്വസ്റ്റ്യനിലേക്ക് വാ. കരാറ് കമ്പനിയാണ് പൂർത്തീകരിച്ചത് 39 കിലോമീറ്റർ. സെക്കൻഡ് റീച്ച് മെഗാ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആ കൃത്യസമയത്ത് പൂർത്തീകരിക്കാതെ നിന്നത്. അവര് പൂർത്തീകരിക്കാത്ത കാരണം കൊണ്ട് എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ തലയിൽ ഇത്രയും വലിയൊരു ടോള് പിരിവ് നൽകുന്നത് അന്യായമല്ലേ സർ? കോടതിയിലും കേസ് നിലനിൽക്കുന്നുണ്ട്. അങ്ങ് ജില്ലയിൽ 5 MLA-മാരുടെ ഒരു യോഗം വിളിച്ച് അടിയന്തിരമായി അത് റദ്ദ് ചെയ്യാൻ ഇടപെടണമെന്നാണ് വീണ്ടും ആവശ്യപ്പെടുന്നത്. സർ, ഇത് സംസ്ഥാന സർക്കാർ MLA-മാരുടെ യോഗം വിളിക്കാത്തത് കൊണ്ട് നടപ്പിലാക്കുന്നതിൻ്റെ കാരണമല്ല. ഇത് കേന്ദ്ര സർക്കാരാണ് ഇതിൻ്റെ കാര്യം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഈ പദ്ധതിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം സാർ. നവകേരള സദസ്സ് ആരംഭിച്ച സമയത്ത് അവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങി പൂർത്തീകരിച്ച റോഡൊന്ന് കാണാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും ഇറങ്ങിയിരുന്നു സാർ. അന്ന് ചില ചാനലുകൾ നവകേരള സദസ്സിൻ്റെ ബസ്സിൻ്റെ ടയർ പഞ്ചറായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ വാർത്ത കൊടുത്തു. ആ റോഡാണല്ലോ, അത് നമുക്കറിയുന്നതാണ്. അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടേതാണ്. ജനങ്ങൾക്കെല്ലാം അറിയാം സാർ. 2016 LDF സർക്കാർ അല്ല കേരളത്തിൽ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ NH66 എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായി നിൽക്കുമായിരുന്നു എന്നുള്ള വസ്തുത ജനങ്ങൾക്കറിയാം. അത് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് സാർ. അതിൽ നിന്നുകൊണ്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇത് യാഥാർത്ഥ്യമാക്കാൻ എല്ലാ നിലയിലുള്ള ഇടപെടലും സർക്കാർ നടത്തും. ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇടപെട്ട് മുന്നോട്ട് പോകാതെ പരിഹരിക്കാം. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നുണ്ട്. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓരോ ഇടങ്ങളിലെയും ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, ഇതിൻ്റെ ഡിസൈനിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായ പരിശോധന നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഇതിൽ നാഷണൽ ഹൈവേ ഫീസ് ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ്സ് ആൻഡ് കളക്ഷൻ റൂൾ പ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഷണൽ ഹൈവേ ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഉന്നയിച്ച വിഷയം പരിശോധിച്ചാൽ കാൽനട യാത്രക്കാർക്ക് ദേശീയപാത മുറിച്ചു കിടക്കുന്നതിന് സംവിധാനം ഒരുക്കണമെന്നുള്ള വിഷയത്തിൻ്റെ ഭാഗമായി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെട്ടിരുന്നു. പലയിടങ്ങളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ആലിയ ജംഗ്ഷൻ, ഷിറിയക്കുന്നിൽ, ആരിക്കാടി കെതവത്ത്, നുള്ളിപ്പാടി ഇന്ദ്രാനഗർ എന്നീ സ്ഥലങ്ങളിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ അംഗീകാരം നൽകുന്നതിന് പിന്നിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടലാണ്. അപ്പോൾ മറ്റു കാര്യങ്ങൾ നമുക്ക് ഇടപെടാം. അതിൻ്റെ ഏത് കാര്യമാണെങ്കിലും നമുക്ക് ഇടപെട്ട് മുന്നോട്ട് പോകാം. ജനങ്ങൾക്ക് പ്രയാസകരമാകുന്ന ഒരു സ്ഥിതി ഈ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരല്ല കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. എന്നാൽ ഈ റോഡ് നാടിൻ്റെ ആവശ്യമാണ്. ആ നിലയിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാം.